മിഡിസവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. എണ്ണ ഉൽപാദന നിയന്ത്രണത്തിന് ഇറാഖിന് എതിർപ്പ്. ഇറാന്റെയും ഇറാഖിന്റെയും വിസമ്മതം. ഉൽപാദന നിയന്ത്രണത്തിലൂടെ എണ്ണവില വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടി. എണ്ണവില ഇടിവിനെ തുടർന്ന് ഒമാന്റെ ബജറ്റ് കമ്മി വർദ്ധിക്കുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനി അന്തരിച്ചു. വിട പറഞ്ഞത് ആധുനിക ഖത്തറിന്റെ വികസന കുതിപ്പിന് ചുക്കാൻ പിടിച്ച ഭരണാധികാരി. മൈത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. അന്ത്യവിശ്രമം അൽ റയാൻ ഖബറിസ്ഥാനിൽ. ഖത്തറിൽ 2 ദിവസം കൂടി ദുഃഖാചരണം. കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി പൊതു അതോറിറ്റി നിലവിൽ വന്നു. അതോറിറ്റിയുടെ പ്രവർത്തനം മാൻപവർ റിക്രൂട്ട്മെന്റ് അതോറിറ്റിയുടെ മാതൃകയിൽ. അടുത്ത വർഷം മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തുമെന്നും അധികൃതർ. എണ്ണ വിലയിടിവിനെ തുടർന്നുള്ള വരുമാന നഷ്ടത്തിന്റെ ഫലമായി ഒമാന്റെ ബജറ്റ് കമ്മി കുതിക്കുന്നു. ഓഗസ്റ്റ് അവസാനം വരെയുള്ള കണക്കെടുക്കുമ്പോൾ 4.37 ശതകോടി റിയാലാണ് ബജറ്റ് കമ്മിയെന്ന് ദേശീയ സ്ഥിതിവിവര മന്ത്രാലയം ഞായറാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 63% വർധനയാണ് കമ്മിയിലുണ്ടായത്. ഒമാന് ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനത്തിൽ ആദ്യ 8 മാസ കാലയളവിൽ 43.6% കുറവാണുണ്ടായത്. 2126 ദശലക്ഷം റിയാലാണ് എണ്ണ വരുമാനമായി ലഭിച്ചത്. ഒമാൻ ക്രൂഡ് ഓയിലിന്റെ വില ഇക്കാലയളവിൽ 36% കുറഞ്ഞ് $38.3 ജനുവരിയിൽ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ബാരലിന് $45 ഒമാൻ എണ്ണയുടെ പ്രതീക്ഷിത വില. ഓഗസ്റ്റ് അവസാനം വരെയുള്ള ആകെ വരുമാനം 28.3% കുറഞ്ഞ് 4.26 ശതകോടി റിയാലായി. കർശന ചെലവ് ചുരുക്കൽ നടപടികളുടെ ഫലമായി പൊതുചെലവ് 5% കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 7.83 ശതകോടി റിയാലായിരുന്ന പൊതുചെലവ് ഇക്കുറി 7.43 ശതകോടി റിയാലാണ്. ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിന്റെ കണക്കെടുക്കുമ്പോൾ 2.9% വർധനയാണ് ഈ വർഷമുണ്ടായത്. പ്രതിദിനം 10,03,200 ബാരൽ എന്ന തോതിൽ 274.89 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇക്കുറി ഉൽപ്പാദിപ്പിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു. മീഡിയ 1 മസ്കറ്റ്. ഖത്തറിലെ മുൻ അമീർ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 2 പതിറ്റാണ്ടിലധികമായി ഖത്തറിൽ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വിട പറഞ്ഞത് ആധുനിക ഖത്തറിന്റെ വികസന കുതിപ്പിന് ചുക്കാൻ പിടിച്ച ഭരണാധികാരിയാണ്. എണ്ണ പ്രകൃതിവാതക മേഖലയിലെ ഖത്തറിന്റെ കുതിപ്പിന് തുടക്കം കുറിച്ച ഭരണാധികാരി എന്ന നിലയിലാണ് 2 പതിറ്റാണ്ടിലധികം ഖത്തറിനെ നയിച്ച ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനി അറിയപ്പെടുന്നത്. 1972 ഫെബ്രുവരി 22 മുതൽ 1995 ജൂൺ 27 വരെ രാജ്യത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനി 84-ാമത്തെ വയസ്സിലാണ് വിട പറയുന്നത്. നിലവിലെ അമീറിന്റെ പിതാമഹൻ കൂടിയായ അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 1932 ഷെയ്ഖ് ഹമദ് ബിൻ അബ്ദുല്ല അൽ താനിയുടെ പുത്രനായി റയ്യാനിലാണ് ജനനം. 1957 ഖത്തറിലെ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം 60കളിൽ ധനകാര്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും നിയമിതനാവുകയായിരുന്നു. പിന്നീട് 1972 ഖത്തർ അമീറായി ചുമതലയേറ്റു. ഇക്കാലയളവിൽ വിദ്യാഭ്യാസ രംഗത്തും രാജ്യത്തിന് ദിശാബോധം നൽകാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. ഗൾഫ് നാടുകൾക്കിടയിൽ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന ഖത്തറിന് ആദർശ അടിത്തറയിട്ട ഭരണാധികാരി കൂടിയായിരുന്നു ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനി. മുജീബുർ റഹ്മാൻ, മീഡിയ 1, ദോഹ. അന്തരിച്ച മുൻ ഖത്തർ അമീർ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനിക്ക് രാജ്യം വിട നൽകി. ദോഹയിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഗ്രാൻഡ് മോസ്കിൽ നടന്ന ജനാസ നമസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. അൽ റയാൻ ഖബറിസ്ഥാനിലാണ് ഷെയ്ഖ് ഖലീഫയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. ആധുനിക ഖത്തറിന്റെ വികസനത്തിന് ചുക്കാൻ പിടിച്ച ഭരണാധികാരികളിൽ പ്രമുഖനായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനിയുടെ മരണവാർത്ത അമീരി ദിവാൻ സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ സ്വദേശികളും ആദ്യകാല പ്രവാസികളും ഒരുപോലെ ദുഃഖത്തിലായി. അസർ നമസ്കാരത്തിന് ശേഷം ദോഹയിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഗ്രാൻഡ് മോസ്കിൽ നടന്ന ജനാസ നമസ്കാരത്തിൽ രാജകുടുംബാംഗങ്ങൾക്ക് പുറമെ രാജ്യത്തെ പൗരപ്രമുഖരും വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളുമടക്കം ആയിരങ്ങളാണ് പങ്കെടുത്തത്. അൽ റയ്യാൻ ഖബറിസ്ഥാനിലാണ് ഷെയ്ഖ് ഖലീഫ അൽ താനിക്ക് അന്ത്യവിശ്രമം ഒരുക്കിയത്. തുടർന്ന് മഗ്രിബ് ഇശാ നമസ്കാരങ്ങൾക്കിടയിൽ അൽവജിബ പാലസിലെത്തിയവർ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, പിതാവ് അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി എന്നിവരെ അനുശോചനം അറിയിച്ചു. നാളെയും മറ്റന്നാളും രാവിലെ 9 മണി മുതൽ ളുഹർ നമസ്കാരം വരെ ഖത്തർ ഭരണാധികാരികൾ അനുശോചനം ഏറ്റുവാങ്ങുമെന്ന് അമീരി ദിവാൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഖത്തർ അമീർ പ്രഖ്യാപിച്ച ഔദ്യോഗിക ദുഃഖാചരണം രാജ്യത്ത് 2 ദിവസം കൂടി തുടരും. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ.
ഖത്തറിലെ പ്രവാസി സമൂഹങ്ങളുമായി ഊഷ്മള ബന്ധം നിലനിർത്തിയിരുന്ന ഭരണാധികാരി കൂടിയായിരുന്നു വിട പറഞ്ഞ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനി എന്ന് ആദ്യകാല പ്രവാസി മലയാളികൾ ഓർമ്മിച്ചെടുക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും രാജ്യത്തിന് ദിശാബോധം നൽകിയ അദ്ദേഹം ഇന്ത്യക്കാരായ പ്രവാസികളോട് പ്രത്യേക മമത പുലർത്തിയിരുന്നതായും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഖത്തറിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തുടങ്ങി UN-ലുള്ള അംഗത്വം, അറബ് യൂണിയനിലുള്ള അംഗത്വം, ഗൾഫ് കോർഡിനേഷൻ കൗൺസിലിൻ്റെ രൂപീകരണം തുടങ്ങി അതുപോലെ തന്നെ ഇസ്ലാമിക പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ തനതായ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം ലോകപ്രശസ്തരായ പണ്ഡിതന്മാരെ ഉപയോഗപ്പെടുത്തി എന്നതും ഈ നിലപാടിൻ്റെ അടിത്തറ പാകിയതിന് തെളിവായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനി ഖത്തറിലെ ഭരണരംഗത്ത് വരുന്നത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലക്കാണ്. അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ആ പരിചയവും കഴിവും ഖത്തറിൽ നിഴലിച്ചു നിന്നിരുന്നു. പുതുതലമുറക്ക് വിദ്യാഭ്യാസം കൊടുത്തതിന് പുറമെ ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനത്തിലും അതിൻ്റെ വളർച്ചയിലും ഗണ്യമായ പങ്കാണ് അദ്ദേഹം വഹിച്ചത്. ഇതിന് പുറമെ തുടർച്ചയായി കർലാവിയുടെ റമദാൻ ക്ലാസ്സുകളിൽ ഷെയ്ഖ് ഖലീഫ മുടങ്ങാതെ പങ്കെടുത്തിരുന്നു. ഭരണാധികാരികളെ വിമർശിച്ചുകൊണ്ട് കർലാവി വല്ലതും പറഞ്ഞാൽ ഷെയ്ഖ് കർലാവി താങ്കൾ ഞങ്ങളുടെ തോല് പൊളിച്ചു കളഞ്ഞല്ലോ എന്ന് പറയാറുള്ളത് രസകരമായി ഷെയ്ഖ് കർലാവി ഓർമ്മിക്കാറുണ്ട്. എൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം എനിക്ക് ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനിയായി കണ്ടുമുട്ടുവാനും സംവാദിക്കാനുമുള്ള അപൂർവ അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് ജയിൽ സിംഗ് ഖത്തറിൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി വന്ന സമയത്ത് 14 പേരെ അദ്ദേഹത്തെ സ്വീകരിക്കുവാനും യാത്ര അയക്കാനും വേണ്ടി എംബസി തിരഞ്ഞെടുത്തതിൽ MESൻ്റെ പേരിൽ എനിക്കും ഒരവസരം ലഭിക്കുകയുണ്ടായി. പ്രവാസികളെ സംബന്ധിച്ച് വിശിഷ്യ ഇന്ത്യൻ സമൂഹത്തിനും വേണ്ട വളരെയധികം ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ദോഹയിൽ നിന്നും മുജീബ് റഹ്മാൻ ചേരുന്നു. മുജീബ്, ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനിയുടെ വേർപാടിനെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഞ്ജിത, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ ആദ്യകാല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനിയുമായി വളരെ ഊഷ്മളമായ ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെ സ്വദേശികളും സ്വദേശി പ്രമുഖരും മുഴുവനായും ഷെയ്ഖ് ഖത്തറിന്റെ മുൻ ഭരണാധികാരിയുടെ വിയോഗത്തിൽ വലിയ തരത്തിലുള്ള വേദനയാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ മയ്യിത്ത് നമസ്കാരവും പിന്നീട് ഖബറടക്കൽ ചടങ്ങും നടന്നത്. അത് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മസ്ജിദിൽ നടന്ന നമസ്കാരത്തിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, പിതാവ് അമീർ ഹമദ് ബിൻ ഖലീഫ അൽ താനി, ഡെപ്യൂട്ടി അമീർ അബ്ദുല്ല ബിൻ ഹമദ് അൽ താനി, പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ നാസർ അൽ താനി തുടങ്ങിയ പ്രമുഖരായ ആളുകളും അതുപോലെ തന്നെ മജ്ലിസ് ഷൂറ അംഗങ്ങളും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് മൗനൂൻ ഹുസൈൻ, വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതിമാർ, രാജ്യത്തെ പൗരപ്രമുഖർ തുടങ്ങിയവരെല്ലാം സംബന്ധിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് റയ്യാൻ ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. ഇന്ന് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം രാജ്യത്തെ ഏതാണ്ട് എല്ലാ പള്ളികളിലും മുൻ ഭരണാധികാരിക്ക് വേണ്ടിയിട്ടുള്ള മയ്യിത്ത് നമസ്കാരവും നടന്നിരുന്നു. ഇന്ന് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഖത്തർ അമീറും പിതാവ് അമീറും അൽ വജ്ബ പാലസിൽ വെച്ച് രാജ്യത്തുള്ള വിശ്വാസികളുടെ അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തുള്ള മറ്റ് വ്യക്തികളുടെ രാജകുടുംബാംഗങ്ങളുടെ എല്ലാം അനുശോചനം സ്വീകരിക്കുകയാണ്. നാളെയും മറ്റന്നാളും രാവിലെ മുതൽ ഉച്ചവരെ ഖത്തർ അമീറും പിതാവ് അമീറും ഈ അനുശോചനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയിട്ടുള്ള മുഴുവൻ GCC രാജ്യങ്ങളിൽ നിന്നും ഭരണതലത്തിലുള്ള അംഗങ്ങൾ ഇപ്പോൾ ഖത്തറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവർ ഖത്തറിൽ എത്തിച്ചേരും, അനുശോചനം അറിയിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. GCC കോർഡിനേഷൻ കമ്മിറ്റി അതുപോലെ ഗൾഫ് സഹകരണ കൗൺസിൽ തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾക്ക് വിത്തുപാകിയ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ഖത്തറിന്റെ വിട പറഞ്ഞ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനി. അതുകൊണ്ട് തന്നെ അറബ് ലോകത്തും അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ഒരു സ്വീകാര്യതയാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വേർപാടിൽ ഖത്തറിലെ സ്വദേശികളും വിദേശികളും ഒരുപോലെയാണ് വേദന പങ്കുവെച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്തരിച്ച മുൻ ഖത്തർ അമീർ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ താനിക്ക് രാജ്യം വിട നൽകി. ഭരണാധികാരിയുടെ വിയോഗത്തിൽ വളരെയധികം വേദനയാണ് സ്വദേശികൾക്കും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് മുജീബ് റഹ്മാൻ നൽകിയത്.
അടുത്ത അധ്യയന വർഷം മുതൽ യുഎഇയിലെ സ്കൂളുകളിൽ സന്മാർഗ പഠനം ഔദ്യോഗിക പാഠാവലിയുടെ ഭാഗമാകുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ വിവിധ എമിറേറ്റുകളിലെ 23 സ്കൂളുകളിൽ ജനുവരി മുതൽ മോറൽ ക്ലാസുകൾ തുടങ്ങും. പദ്ധതിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്ന് അംഗീകാരം നൽകി. അബുദാബിയിലെയും ദുബൈയിലെയും 16 സ്കൂളുകളിലും മറ്റ് എമിറേറ്റുകളിലെ 7 സ്കൂളുകളിലുമാണ് ആദ്യഘട്ടത്തിൽ സന്മാർഗ പാഠ്യപദ്ധതി നടപ്പാക്കുക. ഇതിന്റെ ഫലം പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ സ്കൂളുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അബുദാബി കിരീടാവകാശിയും UAE സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ജൂലൈയിൽ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പൊതുവിദ്യാലയത്തിലും സ്വകാര്യ വിദ്യാലയത്തിലും സന്മാർഗ പാഠങ്ങൾ പഠിപ്പിക്കണം. ധാർമ്മികത, സഹിഷ്ണുത, ബഹുമാനം, രാജ്യത്തോടുള്ള കൂറ്, വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വളർച്ച, സംസ്കാരം, പാരമ്പര്യം, സാമൂഹിക വിദ്യാഭ്യാസം, അവകാശങ്ങൾ, കടമകൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതായിരിക്കും ഇതിന്റെ പാഠ്യക്രമം. ഗൾഫ് മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു പാഠാവലി സ്കൂളുകളിൽ ഏർപ്പെടുത്തുന്നതെന്നും മന്ത്രാലയം അവകാശപ്പെട്ടു. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി പൊതു അതോറിറ്റി നിലവിൽ വന്നു. മാൻപവർ റിക്രൂട്ട്മെന്റ് അതോറിറ്റിയുടെ മാതൃകയിൽ പൊതുസേവനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പായിട്ടായിരിക്കും അതോറിറ്റിയുടെ പ്രവർത്തനം. അടുത്ത വർഷം മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. മാൻപവർ റിക്രൂട്ട്മെന്റ് അതോറിറ്റിക്കാണ് നിലവിൽ വിദേശ തൊഴിലാളികളുടെ തൊഴിൽ പെർമിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള ചുമതലകൾ. നേരത്തെ തൊഴിൽ മന്ത്രാലയം നേരിട്ട് നിർവഹിച്ചിരുന്ന സേവനങ്ങളാണ് 2 വർഷം മുമ്പ് മാൻപവർ റിക്രൂട്ട്മെന്റ് അതോറിറ്റി എന്ന സ്വതന്ത്ര വകുപ്പിലേക്ക് മാറ്റിയത്. ഇതേ മാതൃകയിൽ നിലവിൽ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നൽകി വരുന്ന പൊതുസേവനങ്ങൾ പ്രത്യേക അതോറിറ്റിയിലേക്ക് മാറ്റാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പദ്ധതി. ഇതിന്റെ ഭാഗമായാണ് പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന സ്വതന്ത്ര വകുപ്പിന് മന്ത്രാലയം രൂപം നൽകിയത്. ലൈസൻസ് വിതരണം, പുതുക്കൽ, വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ, പാസിംഗ് തുടങ്ങിയ ചുമതലകൾ അധികം വൈകാതെ അതോറിറ്റി ഏറ്റെടുക്കുമെന്നാണ് സൂചന. ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പൊതുസേവനങ്ങൾ അതോറിറ്റിയുടെ കീഴിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. അടുത്ത വർഷം മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈൻ വഴി പുതുക്കുന്നതിനുള്ള സംവിധാനം നടപ്പിലാക്കാനും മന്ത്രാലയത്തിന് പദ്ധതിയുണ്ട്. നിർദ്ദിഷ്ട പദ്ധതി നടപ്പാക്കുന്നതോടെ കുവൈത്ത് പൗരന്മാർക്കുള്ള പാസ്പോർട്ട്, വിദേശികൾക്കുള്ള എൻട്രി വിസ തുടങ്ങിയ സേവനങ്ങൾക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ കഴിയുമെന്ന് മന്ത്രാലയത്തിലെ IT വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ അലി അൽ മൊയ്ലി പറഞ്ഞു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ത്രിദിന ബഹ്റൈൻ സന്ദർശനത്തിന് തുടക്കമായി. ഇന്നലെ വൈകിട്ട് 5:30 ബഹ്റൈനിൽ വിമാനമിറങ്ങിയ ആഭ്യന്തരമന്ത്രിയെ ബഹ്റൈൻ ഉന്നത മന്ത്രിതല സംഘം സ്വീകരിച്ചു. മന്ത്രി ഇന്ന് ബഹ്റൈൻ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ചകൾ നടത്തും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പുരോഗമിക്കുകയാണെന്നും അടുത്ത 20 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 7:30 ഈസ ടൗണിലെ ഇന്ത്യൻ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബഹ്റൈനിലെ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. GDP വളർച്ചാ നിരക്കിലുണ്ടായ മുന്നേറ്റവും പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളും ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലെത്തിക്കും. അഴിമതിമുക്ത ഭാരതമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഭീകരതയ്ക്കെതിരെ ഇച്ഛാശക്തിയുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നതെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന മാവോയിസ്റ്റ് ഭീഷണി അടുത്ത 2 വർഷത്തിനുള്ളിൽ പകുതിയായി കുറയ്ക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പ്രവാസികളുടെ പരാതികൾ പരിഹരിക്കാൻ തുറന്ന മനസ്സോടെ സർക്കാർ പരിശ്രമിക്കും. ബഹ്റൈനിൽ അധിവസിക്കുന്ന ഇന്ത്യക്കാർ ബഹ്റൈന്റെയും ഇന്ത്യയുടെയും ഉന്നമനത്തിനായി ഒരുപോലെ പ്രയത്നിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആഭ്യന്തരമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ ക്ഷണപ്രകാരമാണ് രാജ്നാഥ് സിംഗ് ബഹ്റൈൻ സന്ദർശിക്കുന്നത്. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ, ആഭ്യന്തരമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ എന്നിവരുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ചകൾ നടത്തും. ഉഭയകക്ഷി ബന്ധവും ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളുടെയും പരസ്പര സഹകരണവും കൂടിക്കാഴ്ചകളിൽ ചർച്ചാ വിഷയങ്ങളാകും. മീഡിയ 1 ബഹ്റൈൻ. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ബഹ്റൈൻ സഹകരണം ശക്തമാക്കി രാജ്നാഥ് സിംഗിന്റെ ബഹ്റൈൻ സന്ദർശനവേളയിൽ സംയുക്ത സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപവൽക്കരിച്ചു. മന്ത്രി രാജ്നാഥ് സിംഗ് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ചകൾ നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ബഹ്റൈനിൽ നിന്നും സിറാജ് പള്ളിക്കര ചേരുന്നു. സിറാജ്, ആഭ്യന്തരമന്ത്രിയുടെ ബഹ്റൈൻ സന്ദർശനം എങ്ങനെ പുരോഗമിക്കുന്നു? ഏതെല്ലാം ഭരണാധികാരികളുമായാണ് ആഭ്യന്തരമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത്? അഞ്ജിത, ബഹ്റൈനിൽ സന്ദർശനത്തിനെത്തിയ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് സുപ്രധാനമായ ചില കൂടിക്കാഴ്ചകൾ നടത്തി. കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ, വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ, ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അലി ബിൻ ഖലീഫ അൽ ഖലീഫ, അതുപോലെ ആഭ്യന്തരമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള ഖലീഫ എന്നിവരുമായാണ് പ്രധാനമായും കൂടിക്കാഴ്ചകൾ നടന്നത്. ആഭ്യന്തരമന്ത്രിയുമായുള്ള ചർച്ചക്കൊടുവിൽ ഭീകരത ഉൾപ്പെടെയുള്ള ഭീഷണികൾ നേരിടാൻ ബഹ്റൈൻ ഇന്ത്യ സംയുക്ത സ്റ്റിയറിംഗ് കമ്മിറ്റി
ജോയിന്റ് സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപവൽക്കരിച്ചു. ഇത് സുപ്രധാനമായ ഒരു ചുവടുവയ്പായി വേണം വിലയിരുത്താൻ. മേഖലയിലെ സുരക്ഷാ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഭീകരതയുമായി ബന്ധപ്പെട്ട കേസുകളിലെ വിവര കൈമാറ്റം, അതുപോലെ മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെയുള്ള കേസുകളിലെ അന്വേഷണത്തിൽ പരസ്പര സഹകരണം, ഭീകരപ്രവർത്തനങ്ങൾക്കായുള്ള ധനശേഖരണം, കണ്ടെത്തലും കൈമാറലും, അതുപോലെ ഭീകരപ്രവർത്തനങ്ങൾക്കായി ശേഖരിച്ച പണം കണ്ടുകെട്ടൽ എന്നീ വിഷയങ്ങളിലാണ് പ്രധാനമായും ഇരു രാജ്യങ്ങളും സഹകരിക്കുവാൻ തീരുമാനിച്ചത്. യുവജനങ്ങൾ തീവ്രവാദങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് തടയാൻ പ്രത്യേകമായ ഇന്റർനെറ്റ് ദുരുപയോഗം നിരീക്ഷിക്കുവാനും ധാരണയായിട്ടുണ്ട്. സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥർക്ക് സംയുക്ത പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുവാനും ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ബഹ്റൈൻ തലസ്ഥാന നഗരിയായ മനാമയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രവും സന്ദർശിച്ചു. അരമണിക്കൂറോളം അദ്ദേഹം അവിടെ ചെലവഴിച്ചു. അഞ്ജിത. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ബഹ്റൈൻ സന്ദർശനം പുരോഗമിക്കുന്നു. വിവരങ്ങളാണ് സിറാജ് പള്ളിക്കര നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ATM തട്ടിപ്പിലൂടെ പലരിൽ നിന്നായി 1 ലക്ഷം റിയാൽ കവർന്ന 4 പേരെ പിടികൂടിയതായി അൽ ഖസീം പോലീസ് വക്താവ് ബദർ അസ്ഹൈബാനി പറഞ്ഞു. ഇവരിൽ ഒരു വനിതയും ഉൾപ്പെടുന്നു. 4 പ്രതികളും അറബ് വംശജരാണ്. പ്രായം ചെന്ന അക്കൗണ്ട് ഉടമകളെ സഹായിക്കുന്ന ഭാവേന ATM കാർഡുകളും രഹസ്യവിവരങ്ങളും തട്ടിയെടുത്താണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. പ്രതികൾ കുറ്റം സമ്മതിച്ചതായും തുടർ നടപടികൾക്ക് അധികൃതർക്ക് കൈമാറിയതായും പോലീസ് വക്താവ് കൂട്ടിച്ചേർത്തു. ഭീകരപ്രവർത്തനം നടത്തിയെന്ന കേസിൽ 2 യുവാക്കൾക്ക് UAE രാജ്യസുരക്ഷാ കോടതി 10 വർഷം വീതം തടവ് വിധിച്ചു. IS, അൽ ഖയ്ദ എന്നീ ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് പാക് പൗരൻ അസീസ് അഹമ്മദ് നൂറുൽ ഹക്ക്, UAEയിലെ ഒരു എമിറേറ്റ് ആക്രമിക്കാൻ പദ്ധതിയിട്ട കേസിൽ സുഡാൻ പൗരൻ ഉമർ വഹാബ് എന്നിവർക്കാണ് തടവ് ശിക്ഷ. ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇരുവരെയും സ്വന്തം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനും കോടതി ഉത്തരവിട്ടു. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ലോകരാജ്യങ്ങൾ ഒന്നിച്ചണിനിരക്കണമെന്ന് കുവൈത്ത്. IS വിരുദ്ധ സഖ്യത്തിന് കീഴിലെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ സംസാരിക്കവേ വിദേശകാര്യ സഹമന്ത്രി ഖാലിദ് അൽ ജാറലെയാണ് ഇക്കാര്യം പറഞ്ഞത്. വലിയ സൈനിക ബലമുള്ള രാജ്യങ്ങൾ പോലും തീവ്രവാദ സംഘങ്ങളുടെ ഭീഷണിയിൽ നിന്ന് മുക്തമല്ല. ഒറ്റയ്ക്കെതിർക്കുന്നതിനേക്കാൾ IS ഉൾപ്പെടെയുള്ള ദുഷ്ടശക്തികൾക്കെതിരെ ഒന്നിച്ചുള്ള പോരാട്ടമാണ് വേണ്ടത്. ISനെതിരെയുള്ള യുദ്ധത്തിൽ ഇറാഖിന് കുവൈത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. വിളിച്ചവർ തുടരുന്നു. ദമാം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയ 1214 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായി അധികൃതർ അറിയിച്ചു. 790 തൊഴിലാളികൾക്കെതിരെ നടപടിയെടുത്തു. മുനിസിപ്പാലിറ്റിയുടെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 9400ഓളം പരിശോധനകളാണ് ദമാം നഗരപരിധിയിൽ മുനിസിപ്പാലിറ്റി അധികൃതർ നടത്തിയത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെയായിരുന്നു പരിശോധന. 2129 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും 4900 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസ് നൽകുകയും ചെയ്തു. 790 തൊഴിലാളികളെ പല കേസുകളിലായി പിടികൂടുകയും ചെയ്തു. പിഴ ഇനത്തിൽ ആയിരക്കണക്കിന് റിയാലാണ് ഈടാക്കിയത്. വ്യവസായ, വാണിജ്യ, നിർമ്മാണ സ്ഥാപനങ്ങളിലും വിൽപ്പന കേന്ദ്രങ്ങളിലുമാണ് പ്രധാനമായും പരിശോധന നടത്തിയത്. ഹുറൂബായവരും മതിയായ രേഖകളില്ലാത്തവരും നിരോധിത തൊഴിലിൽ ഏർപ്പെട്ടവരുമടക്കം നിരവധി തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയ വിദേശികളാണ് പിടിയിലായവരിൽ ഭൂരിഭാഗവും. നിയമം ലംഘിച്ച് വഴിവാണിഭം നടത്തിയവരും പിടിയിലായവരിലുണ്ട്. തൊഴിൽ മന്ത്രാലയം നിഷ്കർഷിക്കുന്ന മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ, സ്വദേശി വിദേശി തൊഴിലാളികളുടെ അനുപാതം എന്നിവ പാലിക്കാത്തതിനാലാണ് ചില സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. സമ്പൂർണ്ണ സൗദിവൽക്കരണം നടപ്പിലാക്കിയ മൊബൈൽ വിൽപ്പന മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ട്. ആഭ്യന്തരം, തൊഴിൽ, തദ്ദേശം, വാണിജ്യം, വാർത്താവിനിമയം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വിദേശികൾ ജോലി ചെയ്തിരുന്ന മൊബൈൽ മേഖല കഴിഞ്ഞ സെപ്റ്റംബർ 1 മുതലാണ് സൗദികൾക്ക് മാത്രമായി മാറിയത്. മുഹമ്മദ് ഷെരീഫ്, മീഡിയ 1, ദമാം. GCC അംഗരാജ്യങ്ങളിലൊന്നിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കുവൈത്ത് മുൻകരുതൽ നടപടികൾ ശക്തമാക്കി. രോഗം തടയുന്നതിന്റെ ഭാഗമായി രാജ്യത്തേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും ശക്തമായ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ചാണ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതെന്നും ഇതുവരെ പക്ഷിപ്പനി സംബന്ധമായ ഒരു കേസും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും കുവൈത്ത് കാർഷിക മത്സ്യവിഭവ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു. വീട്ടുവേലക്കാരെ റിക്രൂട്ടിംഗ് ചെയ്യുന്നതിന് തൊഴിൽ മന്ത്രാലയം നിശ്ചയിച്ച നിബന്ധനകൾ പാലിക്കാത്തതിനാൽ റിക്രൂട്ടിംഗ് ഏജൻസികളിൽ നിന്ന് ഈടാക്കിയ 17,72,973 റിയാൽ തൊഴിൽ മന്ത്രാലയം ഉപഭോക്താക്കൾക്ക് തിരിച്ചു നൽകിയതായി മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മന്ത്രാലയത്തിന്റെ മുസാനദ് ഇലക്ട്രോണിക് സംവിധാനത്തിൽ പറഞ്ഞ നിബന്ധനകൾ പാലിക്കാതിരുന്നതിന് നിയമലംഘനമായി കണക്കാക്കുന്നതിനാലും ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിന്റെ ഭാഗവുമായാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നടപടി. കൂടാതെ 6 റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ലൈസൻസ് പുതുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താനും 7 ഏജൻസികളുടെ ലൈസൻസ് റദ്ദു ചെയ്യാനും നിയമലംഘനം കാരണമായി. നിർണിത കാലത്തിനുള്ള തൊഴിലാളികളെ തൊഴിലുടമയ്ക്ക് എത്തിക്കാതിരിക്കൽ നിബന്ധനകളുടെ ലംഘനമായാണ് പരിഗണിക്കുക.
ഗൾഫിൽ ആദ്യമായി നടന്ന ശതപഞ്ചാരി മേളം ബഹ്റൈനിലെ പ്രവാസികൾ മനം നിറഞ്ഞ് ആസ്വദിച്ചു. ഇന്ത്യക്ക് പുറത്തു നടന്ന ഏറ്റവും വലിയ മേളപ്പെരുക്കമൊരുക്കിയാണ് പെരുവനം കുട്ടന്മാരാരും സംഘവും മേളം അവതരിപ്പിച്ചത്. ബഹ്റൈനിലെ കേരളീയ സമാജം ഹാളിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനു മുന്നിലായിരുന്നു 100-ലധികം വാദ്യകലാകാരന്മാർ അണിനിരന്ന ശതപഞ്ചാരി മേളം നടന്നത്. പ്രശസ്ത വാദ്യകലാകാരൻ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 100-ലധികം കലാകാരന്മാരാണ് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ശതപഞ്ചാരി മേളം അവതരിപ്പിച്ചത്. ചെണ്ടയിൽ കൊട്ടുമുറുകുന്നതിനനുസരിച്ച് കൈകൾ അന്തരീക്ഷത്തിൽ ഉയർത്തി നിറഞ്ഞ ആവേശത്തിലാണ് സദസ്സ് മേളം ആസ്വദിച്ചത്. പ്രവാസ ലോകത്ത് കേരളീയ മേളകലയെ സമഗ്രമായി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബഹ്റൈൻ കേരളീയ സമാജവും സോപാനം വാദ്യകലാ സംഘവും ചേർന്ന് 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മേളോത്സവത്തിന്റെ ഭാഗമായിരുന്നു ശതപഞ്ചാരി മേളം. ബഹ്റൈനിൽ നിന്നുള്ള വാദ്യകലാകാരന്മാരടക്കം 135 പേരാണ് താളപ്പെരുക്കത്തിന്റെ വിസ്മയം തീർത്തത്. ശതപഞ്ചാരി മേളം കൂടാതെ കേളിക്കൈ, സോപാന സംഗീതം, പാണ്ടിമേളം, പഞ്ചവാദ്യം, ഇരട്ടത്തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും അരങ്ങേറി. വാദ്യകലയെ സ്നേഹിക്കുന്നവർക്ക് അവിസ്മരണീയമായ നിമിഷങ്ങൾ സമ്മാനിച്ചാണ് 2 ദിവസത്തെ മേളോത്സവം സമാപിച്ചത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ജിദ്ദയിലെ കൊടുങ്ങല്ലൂർ നിവാസികളുടെ കൂട്ടായ്മയായ മുസ്ലിസ് പ്രവാസി ഫോറം ഈദ് ഓണം ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി ഉദ്ഘാടനം ചെയ്തു. കായിക മത്സരങ്ങളും വർണ്ണാഭമായ വിവിധ കലാപരിപാടികളും അരങ്ങേറി. 3 പതിറ്റാണ്ട് കാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സംഘടനാ രക്ഷാധികാരി മുഹമ്മദ് ഹബീബ് തോട്ടുങ്കലിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. മുഹമ്മദ് നിസാർ ഏരിയാട്, CK നജീബ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് മുഹമ്മദ് സഗീർ മാടവന അധ്യക്ഷത വഹിച്ചു. അബ്ദുൽസലാം എമ്മാട് സ്വാഗതവും യൂനുസ് കാട്ടൂർ നന്ദിയും പറഞ്ഞു. തിരുവനന്തപുരം സ്വദേശി സംഗമം ജിദ്ദയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സൗത്ത് അബ്ഹൂർ അൽദിവാനിയ ഹാളിൽ നടന്ന പരിപാടി ഹാഷിം കല്ലമ്പലം ഉദ്ഘാടനം ചെയ്തു. പുലിക്കളി, തിരുവാതിരക്കളി, വിവിധ കേരളീയ കലാരൂപങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഫ്യൂഷൻ ഡാൻസ്, ഓണപ്പാട്ട്, കഥാപ്രസംഗം എന്നിവ അരങ്ങേറി. വടംവലി, തലയിണടി തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ മത്സരങ്ങളും നടന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. TSS അംഗങ്ങൾക്ക് പുറമെ ജിദ്ദയിലെ വിവിധ സംഘടനാ പ്രതിനിധികളും മാധ്യമപ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രമുഖ വാട്ടർ പ്യൂരിഫയർ ബ്രാൻഡായ കെന്റ് ഹെബ എയർ പ്യൂരിഫയർ മോഡലുകൾ പുറത്തിറക്കി. കുവൈത്ത് അൽറായ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ കെന്റ് ഡയറക്ടർ വരുൺ ഗുപ്ത ലോഞ്ചിംഗ് നിർവഹിച്ചു. ടെക്സ്റ്റോൾ കമ്പനി MD ആദിൽ യാസിർ, ജനറൽ മാനേജർ ജോർജ് സെബാസ്റ്റ്യൻ, കുവൈത്ത് മാനേജർ എൽദോസ് പി ജോയ്, ചാൻ എബ്രഹാം, പോൾ സെബാസ്റ്റ്യൻ എന്നിവർ സംബന്ധിച്ചു. ഹെബ എയർ പ്യൂരിഫയറിന്റെ 2 മോഡലുകളാണ് പുറത്തിറക്കിയത്. കുവൈത്തിലെ ഇന്ത്യൻ വോളിബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജിമ്മി ജോർജ് വോളിബോൾ ടൂർണമെന്റ് നവംബർ 2-ന് അബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ തുടങ്ങും. ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള ടീമുകളും ഇന്ത്യയിൽ നിന്നുള്ള ദേശീയ, അന്തർദേശീയ ക്ലബ്ബുകളും ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് ഐവാക ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിജയികൾക്ക് 300 ദിനാർ പ്രൈസ് മണിയും എവർ റോളിംഗ് ട്രോഫിയും സമ്മാനിക്കും. നവംബർ 5-നാണ് ഫൈനൽ മത്സരം. തൊഴിൽ പ്രതിസന്ധി കാരണം ദുരിതത്തിലായ അൽ ഖുദരി കമ്പനിയുടെ തൊഴിലാളി ക്യാമ്പിൽ പ്രവാസി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ 2 ആഴ്ചത്തേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്തു. താരതമ്യേന കുറഞ്ഞ ശമ്പളക്കാരായ തൊഴിലാളികൾക്ക് 8 മാസമായി ശമ്പളം മുടങ്ങിയതോടെ ദുരിതത്തിലാണ്. സ്വകാര്യ കച്ചവടക്കാരുടെ സഹായത്തോടെയാണ് പ്രവാസി സാംസ്കാരിക വേദി നിത്യോപയോഗ സാധനങ്ങൾ എത്തിച്ചു നൽകിയത്. 800 തൊഴിലാളികളുള്ള ക്യാമ്പിൽ ശമ്പളം കിട്ടാത്ത 250 പേർക്കാണ് സഹായം എത്തിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രതിസന്ധിയിലായതോടെ ഇതിനകം നിരവധി പേരെ കമ്പനി നാട്ടിൽ അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ തൊഴിലാളികളെ നാട്ടിലയക്കുമെന്നാണ് തൊഴിലാളികൾക്ക് ലഭിച്ച വിവരം. രാജു നായിഡു, ജംഷാദ് കണ്ണൂർ, കലാം കായംകുളം, ബിജു പൂതക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. മക്കയിൽ കുന്നുകൾ നിരത്തുന്നതും പാറ പൊട്ടിക്കുന്നതും വലിയ പാരിസ്ഥിതികാഘാതം വിളിച്ചുവരുത്താൻ സാധ്യതയുണ്ടെന്ന് ഹജ്ജ് ഉംറ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനം വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന ജനസാന്ദ്രതയും വികസന പ്രവർത്തനങ്ങളും കാരണം നിരവധി കുന്നുകളാണ് മക്കയിൽ ഇടിച്ചു നിരത്തുന്നത്. ഇത് 10ഓളം തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. മക്കയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹാദിമുൽ ഹറമൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹജ്ജ് ആൻഡ് ഉംറ റിസർച്ച് എന്ന സ്ഥാപനത്തിൻ്റെതാണ് പഠന റിപ്പോർട്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് കുന്നുകളും പാറകളും ഇടിച്ചു നിരത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഇത് പരിസ്ഥിതിക്ക് ആഘാതങ്ങളുണ്ടാക്കുന്നുണ്ടെന്ന് പാരിസ്ഥിതിക ആരോഗ്യ വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ തുർക്കി ഹബീബുല്ല പറഞ്ഞു. മലകളിലെ പാറകൾ ഇടിച്ചു നിരത്തുന്നതിലൂടെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന കുന്നുകളും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് അടുത്തുള്ള കെട്ടിടങ്ങൾക്കും മനുഷ്യജീവനും അപകടകരമാകും. അതോടൊപ്പം സ്ഫോടക വസ്തുക്കളും മറ്റ് യന്ത്രസാമഗ്രികളും ഉപയോഗിക്കുന്നതിലൂടെയുള്ള പരിസ്ഥിതി നാശത്തിനും സാധ്യതയുണ്ട്.
മലകൾ ഇടിച്ചുനിരത്തി ഭൂമി നിരപ്പാക്കുന്നത് ഉപരിതല നീരൊഴുക്കിന്റെ ദിശയിൽ കാതലായ മാറ്റമുണ്ടാകാൻ കാരണമാകും. പരിസ്ഥിതി മലിനീകരണം പ്രദേശത്തെ ജീവന് അപകടകരമായി തീരുമെന്നും പഠനം വ്യക്തമാക്കുന്നു. മലകളും പാറകളും പൂർണ്ണമായോ ഭാഗികമായോ നീക്കം ചെയ്യപ്പെടുന്നത് പ്രദേശത്തിന്റെ പരിസ്ഥിതി സന്തുലനം നഷ്ടപ്പെടുത്തുമെന്നും ചരിത്രശേഷിപ്പുകൾ തുടച്ചു നീക്കാൻ കാരണമാകുമെന്നും ഡോക്ടർ തുർക്കി ഹബീബുല്ലയുടെ പഠനത്തിൽ പറയുന്നു. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി, മീഡിയ 1, ജിദ്ദ. ജുബൈൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നും വിജയിച്ച +2 വിദ്യാർത്ഥികളുടെ പേഴ്സ് സർട്ടിഫിക്കറ്റ് ബുധനാഴ്ച മുതൽ വിതരണം ചെയ്തേക്കും. ഡൽഹിയിലെ CBSE ആസ്ഥാനത്ത് നിന്നും പ്രിൻസിപ്പൽ ഡോക്ടർ സയ്യിദ് ഹമീദ് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചതായി മാനേജ്മെന്റ് കമ്മിറ്റിയെ അറിയിച്ചു. ബുധനാഴ്ച ഉച്ചയോടുകൂടി പാസ് സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് വിതരണത്തിന് സജ്ജമാകുമെന്നാണ് കരുതുന്നത്. ബോർഡിൽ നിന്നും രണ്ടാമത് പ്രിന്റ് ചെയ്തു നൽകിയാൽ സർട്ടിഫിക്കറ്റിനു പുറത്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന മുദ്ര വയ്ക്കുമോ എന്ന സംശയം പല രക്ഷിതാക്കളും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിച്ചവയിൽ അങ്ങനെ മുദ്രണം ചെയ്തിട്ടില്ലെന്നാണ് പ്രിൻസിപ്പൽ അറിയിച്ചതെന്ന് ഭരണസമിതി അംഗം പറഞ്ഞു. ഭരണസമിതിയുടെയും പ്രിൻസിപ്പലിന്റെയും നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിലാണ് സർട്ടിഫിക്കറ്റ് ലഭ്യമായത്. ജുബൈൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നും +2 വിജയിച്ച 163 കുട്ടികൾക്കാണ് പാസ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ തുടർ പഠനം ആശങ്കയിലായത്. സർട്ടിഫിക്കറ്റുകൾ യഥാസമയം സ്കൂളിലേക്ക് അയച്ചുവെന്ന് ബോർഡും ലഭിച്ചില്ലെന്ന് സ്കൂൾ അധികൃതരും പറഞ്ഞിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രക്ഷിതാക്കൾ പ്രശ്നമുണ്ടാക്കിയപ്പോൾ മാത്രമാണ് മാനേജ്മെന്റ് കമ്മിറ്റി വിവരമറിഞ്ഞത്. വിവരമറിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം നേരത്തെ തന്നെ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മാനേജ്മെന്റ് കമ്മിറ്റി വ്യക്തമാക്കി. മീഡിയ 1, ദമ്മാം. ട്രക്കിന്റെ എഞ്ചിൻ കവറിൽ ഒളിപ്പിച്ച് UAE-യിലേക്ക് ആളെ കടത്താൻ ശ്രമിച്ച ഡ്രൈവർ അറസ്റ്റിലായി. അലൈൻ മസിയാദ് അതിർത്തിയിലാണ് അറബ് വംശജനും യാത്രക്കാരനും പിടിയിലായത്. സംശയം തോന്നി കസ്റ്റംസ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് ഒളിച്ചു കടക്കാൻ ശ്രമിച്ചയാളെ കണ്ടെത്തിയത്. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂഷന് കൈമാറി. ഈ വർഷം 6 മാസത്തിനിടെ 25 മനുഷ്യക്കടത്ത് ശ്രമങ്ങൾ ഈ അതിർത്തിയിൽ വിഫലമാക്കിയതായി കസ്റ്റംസ് അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലെ ശ്രദ്ധയാകർഷിക്കുന്ന മേഖലയാണ് വീഡിയോ ബ്ലോഗിംഗ്. യൂട്യൂബാണ് അതിനുള്ള പ്രധാന വേദി. പശ്ചിമേഷ്യയിലെ വനിതാ വീഡിയോ ബ്ലോഗർമാരുടെ ഒരു സംഗമം റിയാദിൽ നടന്നു. ഉത്തരാഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും സംഗമത്തിൽ പങ്കെടുത്തു. ബത്താല അഥവാ നായികമാർ എന്നാണ് പരിപാടിക്ക് പേരിട്ടത്. യൂട്യൂബർമാരായ വനിതകളാണ് 100-ലേറെ പരിപാടിയിൽ പങ്കെടുത്തത്. സൈബർ ലോകത്ത് വനിതകൾ നേരിടുന്ന സവിശേഷമായ പ്രതിസന്ധികളാണ് സംഗമത്തിൽ ചർച്ചയായത്. അവർക്ക് പിന്തുണ നൽകുകയാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് സംഘാടക ഡയാന ബദർ പറഞ്ഞു. വ്യത്യസ്ത വിഷയങ്ങളിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ബ്ലോഗർമാർ തങ്ങളുടെ അനുഭവങ്ങൾ വിവരിച്ചു. وماما شجعتنا على ما نسوي شجعتنا كثير وبعدين شفنا الفولورز يزيدون مرة كثير يعني وقلنا ليش ما نستمر ونصير يعني يوتيوبرز. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള വീഡിയോകൾ കാണുന്നവരുടെ എണ്ണം പോയ വർഷം 50% വർദ്ധിച്ചിട്ടുണ്ട്. കാർട്ടൂണുകളാണ് ഒമാനി വീഡിയോ ബ്ലോഗർ അഷാഖ് അൽ മഷ്കരിയുടെ മേഖല. دخولي عالم يوتيوب كان قبل سنة بالضبط بدعم من أخواني موها ولوفان كثير دعموني وكانوا هم الأساس لأنه في جاتني تعليقات سلبية كثيرة. സൗദിയിൽ ഏറ്റവും പ്രിയമുള്ള സാമൂഹിക മാധ്യമം ട്വിറ്ററാണ്. ഫോട്ടോ ഷെയറിംഗ് വെബ്സൈറ്റായ ഇൻസ്റ്റാഗ്രാമിനും നിരവധി ഉപയോക്താക്കളുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ആഗോള ടാക്സി സേവനദാതാക്കളായ യൂബർ ദുബായിൽ ഭക്ഷണ വിതരണ സംവിധാനം തുടങ്ങി. ഓർഡർ ചെയ്ത ഭക്ഷണം മൊബൈൽ ആപ്പ് വഴി ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനവും യൂബർ ഒരുക്കിയിട്ടുണ്ട്. ടാക്സി സേവന രംഗത്ത് വിജയം കൈവരിച്ച യൂബർ പുതിയ മേഖലയിലേക്ക് കടക്കുകയാണ്. ഓർഡർ ചെയ്തവർക്ക് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് ഭക്ഷണം വീട്ടിലെത്തിക്കുമെന്നതാണ് യൂബർ ഈറ്റ്സിന്റെ വാഗ്ദാനം. സംരംഭം ദുബൈയിൽ തന്നെ തുടങ്ങാൻ കഴിഞ്ഞത് ഏറെ ഗുണകരമാകുമെന്നാണ് യൂബറിന്റെ പ്രതീക്ഷ. انه نطلق اوبر ايتس كاول مدينه في دبي وهذا يتبع يعني قرارنا انه دبي عباره عن مدينه استراتيجيه جدا لاوبر. കസ്റ്റമേഴ്സിന് ആപ്ലിക്കേഷൻ വഴി ഓർഡർ ചെയ്ത ഭക്ഷണം എവിടെ എത്തിയെന്ന കാര്യവും ട്രാക്ക് ചെയ്യാൻ പറ്റും. ഹോട്ടൽ ഉടമകൾക്ക് ഡെലിവറി മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തലപൊക്കേണ്ട ആവശ്യം ഇനിയില്ല. ഭക്ഷണത്തിന്റെ ഗുണമേന്മ മാത്രം നോക്കിയാൽ മതിയെന്നതാണ് സൗകര്യം. നിലവിൽ 250 ഹോട്ടലുകളുടെ സൗകര്യം യൂബർ വാഗ്ദാനം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇശൽ മഴ പെയ്തിറങ്ങി ജിദ്ദയിൽ സംഘടിപ്പിച്ച അറേബ്യൻ രാവ് സംഗീത പ്രേമികൾക്ക് വേറിട്ട അനുഭവമായി. മീഡിയ 1 14ാം രാവ് റിയാലിറ്റി ഷോ ഫെയിം ജിൻഷാ ഹരിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു സംഗീത നിശ. ഷറഫിയ ഇംബാല ഗാർഡൻ ഹാളിൽ തിങ്ങി നിറഞ്ഞ സദസ്സിൽ പെയ്തിറങ്ങിയ ഗാനങ്ങൾ ആസ്വാദകർക്ക് വ്യത്യസ്ത അനുഭവമാണ് സമ്മാനിച്ചത്. ജിൻഷാ ഹരിദാസിനോടൊപ്പം കരീം മാവൂർ, നൂഹ് ഭീമാപ്പള്ളി, ഹക്കീം മരിമ്പ്ര, ആശാ ഷിജു, ഫർസാന യാസിർ തുടങ്ങിയവരും വേദിയിലെത്തി.
ജിദ്ദ കലാസമിതിയും ലാലു സൗണ്ട്സും സംയുക്തമായാണ് അറേബ്യൻ രാവ് അണിയിച്ചൊരുക്കിയത്. സാമൂഹ്യ പ്രവർത്തകൻ കുഞ്ഞാലി ഹാജി ഉദ്ഘാടനം ചെയ്തു. നൃത്ത അധ്യാപകരായ ഷെൽന വിജയ്, പ്രസീത മനോജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കലാസമിതി ചെയർമാൻ അബ്ദുൽ മജീദ് നഹ ഉപഹാരങ്ങൾ കൈമാറി. അഹമ്മദ് ഷാനി സ്വാഗതവും മുസ്തഫ കുന്നുംപുറം നന്ദിയും പറഞ്ഞു. യാസ് തിരൂരങ്ങാടി, നിദ റഹ്മാൻ എന്നിവർ അവതാരകരായിരുന്നു. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. ഇതോടെ മീഡിയ സവറിയുടെ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.